ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ നമ്മളെടുത്ത സ്കാനിങ്ങുകൾ, അതേപോലെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ എത്ര രൂപയായി, അതിൽ എത്ര സ്കാനിങ് എടുത്തു ഈ ഒരു പ്രഗ്നൻസിയിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ്. തുടക്കം മുതലേ എടുത്ത് വന്ന സ്കാനിങ്ങുകളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഓഫീസിട്ട് കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം തൊട്ടേ അവർ എഴുതിയിട്ട് വരിക. പിന്നെ ഓരോ തവണ പോകുമ്പോഴും ഇങ്ങനെ എടുത്ത് പോയായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ അല്ല, നമ്മൾ കോയമ്പത്തൂരാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് അവിടുത്തെ കേട്ടോ. വെയിറ്റ് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പോയപ്പോഴത്തേക്കും നമ്മുടെ ഒരു റെക്കോർഡ് ബുക്ക് പോലെ ഇങ്ങനെ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മുടെ നെയിം എഴുതിയിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ നെയിം, ഏജ്, അതുപോലെ ഈ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് കൊടുക്കണം. ആധാർ കാർഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് OP നമ്പറായിട്ട് ഒരു നമ്പർ തരും, ആധാർ നമ്പർ പോലെ തന്നെ ഒരു നമ്പർ തരും. അപ്പോൾ ആ ഒരു നമ്പർ വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ 3 months ഒക്കെ ലാസ്റ്റ്, അതായത് 4 months സ്റ്റാർട്ടിങ്ങിലാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു NT സ്കാനിങ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സ്കാനിങ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എടുത്തതല്ല, ഇത് വേറൊരു ഹോസ്പിറ്റലിൽ. കാരണം എനിക്ക് അവിടെ നിന്ന് അന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ നമ്മൾ എടുക്കുന്ന 5 month സ്കാനിങ്ങിലാണ് കൃത്യമായിട്ടുള്ള റിവ്യൂ പറയാൻ പറ്റുള്ളൂ. സ്കാൻ ആഫ്റ്റർ 2 weeks അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്കാനിങ് എടുത്തിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ടാണ് നമ്മൾ അനോമലി സ്കാനിങ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇത് എടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നോർമൽ തന്നെ ആയിരുന്നു. 17 weeks ആയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ 3/7/2025, അതായത് ജൂലൈ 3-ാം തീയതിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ അത് നമുക്കറിയാൻ പറ്റും. എന്താ നമ്മുടെ കുഞ്ഞി ഫോട്ടോ കണ്ടില്ലേ, കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആദ്യത്തെ സ്കാനിങ്. ഞാൻ പറഞ്ഞായിരുന്നാലും ഇത് പുറത്തുനിന്നാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇതിന് 1500 രൂപ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കാനിങ്ങിന് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൽ സ്കാനിങ്ങുകളൊക്കെ കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് ഞാൻ എടുത്ത ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, അടുത്തത് 2nd trimester സ്ക്രീനിങ് ആണ്. ഇതാണ് അനോമലി സ്കാനിങ്. 5 months നമ്മൾ എടുക്കുന്ന സ്കാനിങ് ആണ്. ആദ്യത്തെ മന്തിലെ സ്കാനിങ് നിങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സ്കാനിങ് നിങ്ങൾ എന്തായാലും എടുക്കണം കേട്ടോ ഗൈസ്. ഇത് ഒരിക്കലും മിസ്സാക്കരുത്. 5 months അനോമലി സ്കാനിങ് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബേബിയുടെ ഫുൾ എക്സാമിനേഷൻ ആണെന്ന് പറയാം. നമ്മുടെ ബേബിയുടെ കൈയും കാലും എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന സ്കാനിങ് ആണിത്. 2nd pregnancy ആണെങ്കിൽ ഫസ്റ്റ് കൊച്ചിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്ന, അപ്പോൾ ജനിച്ചപ്പോഴുള്ള വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നമ്മൾ എടുത്തിട്ടില്ല, ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് നമ്മൾ എടുത്തിട്ടില്ല, അത് നോട്ട് ഡൺ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 2nd ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പ്ലാസൻ്റ പോസ്റ്റീരിയർ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഗൈസ്. അതുപോലെ അമ്നോട്ടിക് ഫ്ലൂയിഡ് എല്ലാം നോർമലാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും മുകളിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് നോർമൽ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കൊച്ചിൻ്റെ വെയിറ്റ് അന്ന് നമുക്ക് 326 gram നോർമലാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫേസും നോസും എല്ലാം നോർമലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ വ്യൂ ഓഫ് ഫേസ് ഈസ് നോർമൽ എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഫുൾ കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊച്ചിൻ്റെ. അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും നിങ്ങൾ എടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതെടുത്തപ്പോഴത്തേക്കും നമ്മൾ 20 weeks ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 20 weeks നമ്മുടെ കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്, വായനെ കണ്ടില്ലേ. ഇതിൽ കുഞ്ഞിൻ്റെ നേരെ കാണിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഒരു തല പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, കണ്ടോ,
നമ്മുടെ കൊച്ചിനെ നേരെ കാണാൻ പറ്റും. അവർ സ്കാനിങ് എടുക്കുമ്പോൾ തന്നെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ കൊച്ചിനെ. അപ്പോൾ ഇതാണ് രണ്ടാമത് ഞാൻ എടുത്ത സ്കാൻ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും എമൗണ്ട് ഒക്കെ ഭയങ്കര കുറവാണ്. ഈ ഒരു സ്കാനിങ്ങിന് എനിക്ക് 750 രൂപ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്കാനിങ് ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു ഹോസ്പിറ്റലായിരുന്നു എന്ന്, അത് 1500, ഇത് 750. അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്കാനിങ് ആണ്. ഇത് നമുക്ക് 7 മന്തിൽ എടുത്താണ്. ആത്തുസിൻ്റെ കാര്യത്തിന് ഈ ഒരു സ്കാനിങ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമുക്ക് 29 വീക്സും 5 ഡേയ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ ഒരു ഗ്രോത്ത് സ്കാനിങ് എടുക്കാൻ പറഞ്ഞതാണ് ഡോക്ടർ. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് എല്ലാം നോർമൽ തന്നെയാണ്. പ്ലാസിൻ്റെ പോസ്റ്റീരിയർ സെഫാലിക് പൊസിഷനും കൂടി ആയിട്ടുണ്ട്. സിംഗിൾ ലൈവ് സെഫാലിക് ആയിട്ടും കൂടി ഉണ്ട് കേട്ടോ കൊച്ച്. അതായത് കൊച്ചിൻ്റെ തല താഴെ വരുന്ന പോലെ അങ്ങനെ. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം നോർമലാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊച്ചിൻ്റെ വെയിറ്റ് വന്നിട്ട് 1468 ഗ്രാം ആയിട്ടുണ്ട്. 7 മന്തിൽ. വീക്സ് മീൻസ് 29 വീക്സിൽ നോർമലാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കാനിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്കാനിങ്ങിന് നമുക്കായിട്ടുണ്ടായിരുന്നത് വെറും 250 രൂപ കേട്ടോ. ബാക്കി പ്രിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. 250 രൂപ ആയിട്ടുള്ളൂ ഈ ഒരു സ്കാനിങ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്കാനിങ് നമ്മൾ എടുത്തല്ലോ. ഈ 3 സ്കാനിങ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എടുത്താണ്. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇന്നലെ എടുത്ത സ്കാനിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അൾട്രാസൗണ്ട് റിപ്പോർട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതെടുത്തപ്പോഴേക്കും നമ്മുടെ വീക്സ് 32 വീക്സും 5 ഡേയ്സും ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ കണക്ക് തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 33 വീക്സ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ 32 വീക്സും 5 ഡേയ്സും ആയി എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഡെലിവറി ഡേറ്റ് തന്നേക്കുന്നത് ജൂലൈ 3 തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പറഞ്ഞതിന് പോസ്റ്റീരിയർ തന്നെയാണ്, സെഫാലിക് പൊസിഷൻ തന്നെയാണ്, നോർമലാണ്. മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രസൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇൻറ്റർണൽ ഓസ് ക്ലോസ്ഡ് എന്ന് കാണിച്ചേക്കുന്നത് കേട്ടോ. അമ്നോട്ടിക് ഫ്ലൂയിഡ് പോളിയം എല്ലാം നോർമലാണെന്നാണ് കൊടുത്തേക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എല്ലാം നോർമൽ തന്നെയാണെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വെയിറ്റ് വന്നിട്ട് 1959 പ്ലസ് മൈനസ് 293 ഗ്രാംസും 38 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോർമൽ വെയിറ്റ് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ്റെ ചെറിയ ചെറിയ പാർട്ടാണെങ്കിലും നേരെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്, കണ്ടില്ലേ. അങ്ങനെ ഇതാണ് ലാസ്റ്റ് എടുത്ത സ്കാനിങ് കേട്ടോ. ഇത് നാട്ടിൽ വന്നതിന് ശേഷം എടുത്ത സ്കാനിങ് ആണ്. ഇതിന് നമുക്ക് ആയിട്ടുള്ളത് 900 രൂപ കേട്ടോ ഈ ഒരു സ്കാനിങ്ങിന്. അങ്ങനെ സ്കാനിങ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ആകെ മൊത്തം എടുത്ത സ്കാനിങ്ങുകൾ ഈ ഒരു പ്രഗ്നൻസിയിൽ 1, 2, 3, 4 4 സ്കാനിങ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ എടുത്തേക്കട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും തെറോ ടെസ്റ്റൊക്കെ ഇല്ലേ, അത് എത്ര എണ്ണം എടുത്തെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം പോയപ്പോൾ എടുത്തത്. ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോയി കാണിച്ച കാര്യമാണ് ബ്ലഡ് ടെസ്റ്റ്. എന്തായാലും ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എഴുതി തരും കേട്ടോ ഗൈസ്. ആദ്യമേ ചെല്ലും ടെസ്റ്റ് എടുത്തപ്പോൾ എല്ലാം നോർമലായിരുന്നു. ബ്ലഡ് ചെക്ക് ചെയ്തായിരുന്നു, യൂറിൻ ചെക്ക് ചെയ്തായിരുന്നു, അതേപോലെ തന്നെ തൈറോയ്ഡ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു 3 ടെസ്റ്റും കൂടിയാണ് ഇതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അനോമലി സ്കാനിങ് എടുത്തപ്പോൾ പിന്നെ അവർ ബ്ലഡ് ടെസ്റ്റും തൈറോയ്ഡും എല്ലാം പിന്നെയും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ടുണ്ടായിരുന്നത് ബ്ലഡ് ടെസ്റ്റൊക്കെ ഫ്രീ ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എല്ലാം ഫ്രീ ആണ്. ആകെ തൈറോയ്ഡ് ടെസ്റ്റിന് മാത്രമാണ് 320 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ 2 സ്കാനിങ്ങിനും കൂടി ഒന്നിന് 320, ഒന്നിന് 320, അതായത് തൈറോയ്ഡ് ടെസ്റ്റ് മാത്രം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇപ്പം ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 വട്ടം ചെയ്തു. അത് അവിടുത്തെ ഗവൺമെൻറ് പോയിട്ട് ചെയ്തായിരുന്നു. അതായത് തമിഴ്നാട്ടിലെ നമുക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തെ പോലെ തന്നെ അംഗൻവാടി പോയി രജിസ്റ്റർ ചെയ്യും പോലെ, ഹെൽത്ത് പോയി രജിസ്റ്റർ ചെയ്യും പോലെ അവിടുത്തെ ഹെൽത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തായിരുന്നു. രജിസ്റ്റർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവർ നമുക്ക് കാർഡ് തരും. നമുക്ക് അമ്മയും കുഞ്ഞും കാർഡില്ലേ, MCP കാർഡ്, അതുപോലെ അവിടെ ഉണ്ട് ഒരു കാർഡ്. ആ കാർഡ് തരും. അപ്പോൾ നമ്മുടെ 2 TT ഒക്കെ എടുത്തത് നമുക്ക് എന്തായാലും പ്രഗ്നൻസിയിൽ 2 TT എടുക്കും. ആ 2 TT എടുത്തത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അതായത് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ മീൻസ്
ഹെൽത്ത് പോലെ അവർ വരും, അങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് എടുത്തത്. അപ്പോൾ അവിടെ അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബുക്ക് കിട്ടി. ഇതാണ് തമിഴ്നാട്ടിലെ ആ ഒരു ബുക്ക്. ഇങ്ങനെ ഒരു ബുക്ക് കിട്ടും. ഇങ്ങനെ ഒരു ബുക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും അവിടുത്തെ ഗവൺമെൻറ്റിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ച് വഴക്കാണ്, അതുകൊണ്ടാട്ടോ ഞാൻ മടിയിൽ കയറ്റിയിട്ട് വെച്ചിരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് കിട്ടും. പിന്നെ പോളിയോ ഒക്കെ എടുക്കില്ലേ, അതൊക്കെ ഇതിലാണ് കണക്ക് വയ്ക്കാം. നമ്മൾ തമിഴ്നാട്ടിൽ താമസിക്കുമല്ലേ, അപ്പോൾ കൊച്ചിന് പോളിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു ബുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെ എടുക്കും പോലെ തന്നെ അവിടെ എടുത്തു തരും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയിൽ എങ്ങനെയാണോ എടുക്കണം അതേപോലെ തന്നെ അവിടെ എടുത്തു തരും. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്ക് അവർ തന്നു. അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ, RCH ID ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് തന്നായിരുന്നു. പിന്നെ എന്നാ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതും. അതിന് ശേഷം നമുക്ക് 2 TT എടുത്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതും. പിന്നെ മരുന്ന് തന്നതിൻ്റെയൊക്കെ അങ്ങനെ ഒരു ഇതും കൂടി നമ്മൾ എടുത്തു വെച്ചു, അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് ഇപ്പം നാട്ടിലേക്ക് വന്നാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. ഇവിടുത്തെ ആശാ വർക്കർ നമ്മളോട് ഇവിടെ ഇനിയിപ്പോൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഫയലിൽ ഫുള്ള് ഇപ്പോഴത്തെ പ്രഗ്നൻസിയുടെ ഇതാണ് വെച്ചേക്കുന്നത്. ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു പ്രഗ്നൻസിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയതായി അമ്മമാരായിരിക്കുന്നവർക്ക് അറിയാൻ ഏറെ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ, എന്തൊക്കെ സ്കാനിങ് എടുക്കും, എന്തൊക്കെ ടെസ്റ്റുകൾ എടുക്കും എന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിട്ട് എടുക്കുക. ചിലവർക്ക് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതിനും കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയും. എന്തോ ദൈവം സഹായിച്ചിട്ട് നമുക്ക് അത്രയും വലിയ കുഴപ്പമില്ല, എല്ലാം നോർമൽ ആയതുകൊണ്ടാണ് ഇത്രയും ടെസ്റ്റുകളും സ്കാനിങ്ങും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത മാസം ഒരു സ്കാനിങ് കൂടി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. എന്തായാലും നമുക്ക് ഇനി ജൂലൈ 3 വരെ സമയമുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തുവിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരിക്കും. അതേപോലെ അടുത്ത ഡെലിവറി വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും